റിലാക്സ് വിത്ത് മ്യൂസിക്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ ആണ്. അദ്ദേഹം റോൾഡൻസ് ബിഹേവിയർ ആൻഡ് മൈൻഡ് സ്റ്റുഡിയോയുടെ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ശരിയല്ലേ ഡോക്ടർ? എല്ലാം കറക്റ്റ്. മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോ. അതിനോട് പെർഫോമൻസ് വരുമ്പോൾ ഞങ്ങൾ പറയും മൈൻഡ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നൊക്കെ പറയും. ക്ലിനിക്കല്ല, ഹോസ്പിറ്റലല്ല, പക്ഷെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവരൊന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആർക്കും ഡോക്ടറിനെ സമീപിക്കാം. ഒരുപാട് പേരുണ്ട്. ശരിക്കും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വേണമെന്നൊന്നും ഇല്ല നമുക്ക് ഡോക്ടറിനെ കാണാൻ. ആക്ച്വലി നമുക്ക് ഒരു ക്ലിനിക് നമുക്ക് എപ്പോഴും പലപ്പോഴും ഡിപ്രഷൻ വേണം, ആൻസൈറ്റി വേണം, അല്ലെങ്കിൽ പ്രോബ്ലം വേണമെന്ന് പറയുന്ന തലത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാ വ്യക്തികളിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ഇത് അവരുടെ ജോലിയെ ജീവിതത്തെയോ ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാട്ട് പാടുന്ന പോലെ തന്നെ, ഒരു ചായ കുടിക്കുന്ന പോലെ, ഒരു കോഫി കുടിക്കുന്ന ഫീലോട് കൂടി തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പല ഇഷ്യൂസും സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ വ്യത്യസ്തമായ രീതിയിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഡോക്ടറിനോടാണ് എൻ്റെ ചോദ്യം. അതെ അതെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു ചോദ്യം വന്നതാണ്. അതായത് നമ്മൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോകാനോ, ഇപ്പം നമ്മൾ സാധാരണ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്ന പോലെയല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ഈ വക്കീലന്മാരുടെ അടുത്തും ഡോക്ടർമാരുടെ അടുത്തും കള്ളം പറയരുതെന്ന് പറയുന്നത് പോലെ അത് ഏറ്റവും കൂടുതൽ കള്ളം മനസ്സിലാക്കുന്നത് നിങ്ങളായിരിക്കും ഒരു പക്ഷേ. കാരണം മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അയ്യോ ഡോക്ടർ മനസ്സിലാവുമോ നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. സൈക്കോളജിസ്റ്റുകളെ ഫേസ് ചെയ്യാൻ തന്നെ കുറേ പേർക്ക് പേടിയാണ്. കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു പേടിയാണ്, എൻ്റെ ഉള്ളിലുള്ളത് ഡോക്ടർ മനസ്സിലാക്കുമോ എന്നുള്ളത്. കുറേയൊക്കെ ഹൈഡ് ചെയ്യുമല്ലോ ആരാണെങ്കിലും. അപ്പോൾ അത് ഡോക്ടർ കണ്ടുപിടിക്കും. ഇപ്പം എന്നെ കണ്ടാൽ എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡോക്ടറിന് എൻ്റെ കണ്ണ് നോക്കി മനസ്സിലാവുമോ? ഈ ചോദ്യം ഒരുപാട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഞാൻ ഇത് കേട്ട് നിന്ന് എന്നാന്ന് വെച്ചാൽ ഇത് എവിടം വരെ പോകുന്നു വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റാണ്, കണ്ണി നോക്കരുത്, കണ്ടുപിടിക്കും, ഉള്ളിലുള്ള രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ സത്യത്തിൽ നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. നിങ്ങളിങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി വരുമ്പോൾ ഉടനെ നിങ്ങൾ കണ്ണി നോക്കിയിട്ട് ഉള്ളിലുള്ള കണ്ടുപിടിക്കാന്നുള്ളതല്ല. പക്ഷെ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഒരാൾ വരുന്ന എന്തിനാണ്? അവരുടെ ഉള്ളിൽ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ജോലി നന്നായിട്ട് പോകുന്നില്ല, ജീവിതം നന്നായിട്ട് പോകുന്നില്ല. അപ്പോൾ അവരുടെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ ഇനി കണ്ണിൽ നോക്കിയിട്ടല്ല അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമുക്കൊക്കെ ബോഡി ലാംഗ്വേജ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമ്മൾ നുണയാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതോടെ നിൽക്കട്ടെ. പക്ഷേ ഒരാൾ പറയുന്ന, ഒരു ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കേട്ടിട്ട് അതിനെ കൃത്യമായിട്ട് സൈക്കോളജിക്കൽ മെഷേഴ്സ് ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്ത് ആ വ്യക്തിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ സാധാരണ കോൺവെർസേഷനിൽ വെച്ചിപ്പോൾ നമ്മൾ മാളിൽ വെച്ച് കൊണ്ടു, അല്ലെങ്കിൽ നമ്മൾ യാത്രക്കിടയിൽ വന്ന് പരിചയപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ എന്ന് പറയുന്ന ആൾക്കാരല്ല. അങ്ങനെ അങ്ങനെ അതല്ല സൈക്കോളജി. അത് ഈ മജീഷ്യൻസ് ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഈ കൈ ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഹിപ്നോസിസിന്റെ ചില തലങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും ഇത്രയും തെറ്റിദ്ധാരണ വന്നത്. ഹിപ്നോസിസ് പോലും നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ഹിപ്നോസിസ് ആണ്. അതായത് നമുക്കൊരു അസ്വസ്ഥത ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ അസുഖം നമുക്ക് ആൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് റൂട്ട് എന്ന് പറയുമ്പോൾ ഹിപ്നോസിസ് ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കണ്ടെത്താം. ചില അസ്വസ്ഥതകൾ ഹിപ്നോസിസിന്റെ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ REBT, അതുപോലെ തന്നെ DBT പോലെ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള തെറാപ്പികൾ ഓൾറെഡി ഉണ്ട്. ഹിപ്നോസിസ് കുറച്ചുകൂടെ ഒരു ഓൾഡർ ആസ്പെക്ട്സ് ആണ്. ചിലർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുവരെ നേരെ മെന്റലിസ്റ്റിനെ സൈക്കോളജിസ്റ്റ് ആക്കുന്ന കാലമാണ്. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മജീഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് 3-4 ടെക്നിക്സ് കൂടെ അഡീഷണൽ അറിയാം. അദ്ദേഹം ഷോ നടത്തും. അപ്പോൾ അല്ലാതെ നമുക്ക് സൈക്കോളജിക്കലി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന, വ്യക്തിയുടെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് കണ്ണിൽ ധൈര്യമായി നോക്കാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഡോക്ടറിന് ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. സൈക്കോളജിസ്റ്റ് മനസ്സ് വായിച്ചപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കളത്തരൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളൊരു തോന്നല്, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വേറൊരു ചോദ്യം, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് അവർ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ വന്നതിന് ശേഷം അവർ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയാറുണ്ടോ? അതിലോ അല്ലെങ്കിൽ അവരുടെ ഒരു പോർഷൻ, അവരുടെ ഒരു നെഗറ്റീവ് ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്തിട്ടാണോ ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കുന്നത് ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റില്ല? അത് ഞാൻ പറയാം. അതായത് നമുക്ക് ഡെഫിനറ്റ്ലി ഇനി ഇപ്പൊ കണ്ണിൽ നോക്കി കണ്ടുപിടിക്കപ്പെടുന്നതിനേക്കാളും നമ്മൾ ഈ പറയുന്ന ഫാക്ടുകളിൽ നിന്നും നമ്മൾ ഒരു വ്യക്തി വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, ആ വ്യക്തി അയാളുടെ സൈഡ് പറയാണ്, മറ്റേ അയാളുടെ സൈഡ് പറയാണ്. ഇവർ രണ്ടുപേരും അവരെ ഫേവർ ചെയ്തേ പറയുള്ളൂ നാച്ചുറലി. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ അവർ അണ്ടർലൈനിങ്ങിൽ അവർക്ക് തന്നെ അറിയാത്ത ചില പെരുമാറ്റ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ റൂട്ട് ചില ഫിയേഴ്സ് കൊണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് കോൺവെർസേഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറപ്യൂട്ടിക്കൽ ഇൻ്റർവെൻഷനിലൂടെ ഓക്കെ, സാധാരണ രീതി പറഞ്ഞാൽ തെറാപ്പിസ്റ്റും
ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുന്നതിലൂടെ നമുക്കിത് മനസ്സിലാക്കുകയും ക്ലയൻറ്റിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എന്നാൽ അദ്ദേഹത്തെ സഹായിക്കാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെയോ ചില ഇൻട്രാക്ഷൻസിലൂടെയോ അതിലേക്ക് എത്തുകയും ആൾക്ക് നല്ലൊരു ഇൻസൈറ്റ് അവബോധം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇവർ പലപ്പോഴും മറച്ചു വെക്കാൻ ശ്രമിക്കപ്പെടുന്ന ചില തലങ്ങളെങ്കിലും നമുക്ക് ചില സൂചനകൾ കിട്ടുകയോ അതിലേക്ക് എത്താൻ പറ്റുകയോ ചെയ്യുന്നതൊക്കെ വഴി തന്നെയേ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. ചില കേസുകൾ അങ്ങനെയാവാം, ചിലത് അവരുടെ അവയർനെസ്സിൽ അത് കിടക്കുന്നുണ്ടായാലും ഇന്നൊരു കാരണം കൊണ്ടായിരിക്കും ഇന്നത് നടക്കുന്നത്, പക്ഷെ അവരത് അറിയുന്നുണ്ടാവില്ല. അപ്പം നമുക്കിത് ചൂണ്ടിക്കാണിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ അവർ നമ്മളുടെ അടുത്ത് വരുന്ന സഹായം തേടിയാണ്, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് മാറ്റുമ്പോൾ ഒരു ടീം വർക്ക് പോലെ തന്നെയാണ് പോവുക. എന്നാൽ ചില ഫാമിലി കേസിലായിക്കോട്ടെ മറ്റു കേസിലായിക്കോട്ടെ പർപ്പസ്ഫുള്ളി ഭാര്യയെ കൊടുക്കാൻ അല്ല ഭർത്താവിനെ കൊടുക്കാൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല അവളാണ് മൊത്തം തെറ്റ്, ഞാനല്ല, അല്ല അവനാണ് മൊത്തം തെറ്റെന്ന് പറഞ്ഞ സംഭവത്തിൽ ഇവർ ഹൈഡ് ചെയ്തിട്ട് കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അതിനൊക്കെയുള്ള പല മെഷേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാ ട്രേഡ് സീക്രട്സും പറഞ്ഞു തരത്തില്ല, പക്ഷേ ആർക്കും ധൈര്യമായി സൈക്കോളജിസ്റ്റുകളെ സമീപിക്കാം. പിന്നെ ഇതിനൊക്കെ ഒരാൾ പർപ്പസ്ഫുൾ ആയിട്ട് വളരെ സിനിമയിലുള്ള പോലെ തന്നെ ഒരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്ത് ഒരു എന്താണ് നുണ പറയാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണെന്ന് കരുതുക. അദ്ദേഹം നുണ പറഞ്ഞിട്ട് പോട്ടെ, അപ്പൊ നമുക്കിപ്പോൾ അതിന്റെ പിന്നാലെ പോയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് നടക്കില്ല. കാരണം ചിലപ്പോൾ ഒരാൾ പർപ്പസ്ഫുൾ ആയിട്ട് പറയുന്ന എല്ലാം ഫുള്ള് നുണയാണെങ്കിൽ അയാൾ നുണയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിന്റെ ലെവലിലേക്ക് പോകാൻ നമുക്ക് ഒരു സിറ്റിംഗ് ഉണ്ടോ 2 സിറ്റിംഗ് ഉണ്ടോ മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കുന്നത്. അച്ഛനോട് ചോദിക്കും, അമ്മയോട് ചോദിക്കും, ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ക്രോസ് വെരിഫിക്കേഷൻ നടത്തും. നുണയൊക്കെ ആൾക്കാർ പറയും, അപ്പോൾ ക്രോസ് വെരിഫിക്കേഷൻസ് വഴി നമ്മൾ കണ്ടെത്തും. പക്ഷെ എന്തിനാണ് പൈസ ഒക്കെ തന്നിട്ട് ഒരാൾ വെറുതെ നുണ പറഞ്ഞിട്ട് പോകുന്നത്? അപ്പം മിക്കവാറും ആൾക്കാർ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടോട്ടലി വരുമ്പോഴേക്കും അതിനെ ഒരു പർട്ടിക്കുലർ സ്കലയേക്കാളും ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ആഗ്രഹത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ടൊരു വിൻ വിൻ സ്ട്രാറ്റജി പോവുകയാണ് പതിവ്. അതെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നെങ്കിൽ പിന്നെ അതിൽ കളത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, എന്നാൽ പോലും ചിലരൊക്കെ മറന്നു പോവുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്താൽ പോലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങളിലൂടെ എത്തിക്കാൻ പറ്റും. അല്ലാണ്ട് അവരെ പോലീസിംഗ് ഒന്നുമില്ല, ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് അവരുടെ അവയർനെസ്സിലേക്ക് അത് എത്തിക്കുകയും അവർക്ക് ഇതിനെ റിയലൈസ് ചെയ്യുകയും അങ്ങനെ ഓക്കെ ഡോക്ടർ എനിക്ക് ഇപ്പോഴാണ് ആ കാര്യങ്ങളിലേക്ക് ക്ലാരിറ്റി വന്നത്, എൻ്റെ ഭാഗത്ത് ഇന്നൊരു മാറ്റത്തോടെ ഞാൻ വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വന്ന് നമുക്ക് അവർ ഹാപ്പി ആയിട്ട് തന്നെ പോവുകയാണ് ഇതിന്റെ പാട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിസ്സാരമായ പണിയല്ലേ ഡോക്ടർ ഇത്? കുറച്ച് കഷ്ടപ്പാടൊക്കെ. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഒരു പേഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അവർ കള്ളം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇത്രയും ഒരു ദിവസം ഡോക്ടറിന് ശരിക്കും എത്ര പേഷ്യൻസിനെ അല്ലെങ്കിൽ എത്ര ക്ലയൻസിനെ? നമുക്ക് നോർമലി നമുക്കൊരു 8 കേസസ് ഒക്കെ എടുക്കാനേ പറ്റുള്ളെങ്കിലും നമ്മളിപ്പോൾ തിരക്ക് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ 10 കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 മണിക്കൂർ നമ്മൾ 10 പ്രശ്നങ്ങളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടി വരിക. ചില സിറ്റുവേഷൻസിൽ 12 വരെയും കാണേണ്ടി വരും. എന്ന് വെച്ചാൽ മൊത്തം പാക്ഡ് ആയി. അപ്പോൾ 12 hours വർക്ക് എന്ന് പറയുമ്പോൾ ചില 7 to 7 അപ്പോൾ 9 to 9 ഒക്കെ പോകേണ്ട പോലത്തെ സാഹചര്യങ്ങൾ വരെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ്. അപ്പോൾ ഒരു മിനിമം നമുക്കൊരു 10 കേസസ് ഒരു ദിവസം വരികയാണെങ്കിൽ 8 to 10 കേസസ് വരികയാണെങ്കിൽ ഇതിന് എല്ലാവർക്കും പല പ്രശ്നങ്ങളായിരിക്കും അല്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം പോകുന്നത് ഡോക്ടറിന്റെ തലയിലേക്കാണല്ലോ. ഞങ്ങളിവിടെ എൻ്റെ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, മറ്റ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ടീം എല്ലാവർക്കും അവർക്ക് എല്ലാവരുടേതായ കേസുകളുണ്ട്. അതെ, അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഡോക്ടർ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ മെന്റൽ ഹെൽത്തിനെ ഡോക്ടർ എങ്ങനെയാണെന്ന് സംരക്ഷിക്കുന്നത് മൊത്തം എല്ലാം എനിക്ക് ഇന്ന് ഡോക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ഇതെല്ലാം കൂടെ കേട്ടിട്ട് അങ്ങയുടെ അവസ്ഥ എന്താണ്? ഇത് ഭയങ്കര രസമുള്ളതാണ്. അപ്പം നമുക്കിത് ആക്ച്വലി 2-3 രീതിയിൽ ഇതിനെ പറയാം. ഇഫ് യു ലവ് യുവർ ജോബ് ദെൻ എവറി ഡേ വിൽ ബി എ ഹോളിഡേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫാക്ടർ വരില്ല. പണി ഇഷ്ടമില്ലാതെ എങ്ങനെയോ വേണ്ടി സൈക്കോളജിസ്റ്റ് ആയി അല്ലെങ്കിൽ ഡോക്ടറായി എന്ന് പറയുന്ന ആൾക്ക് എന്ന് വെച്ചാൽ മെനക്കെടി ആൾക്കാരും തീരട്ടെ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ ഏർലി മോർണിംഗ് 6 o'clock കേസ് എടുത്തിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് ഒരു വേറെ ഒരു VIP കേസ് വരുന്നത് ഏർലി മോർണിംഗ് 2 o'clock എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് അതൊരു എക്സൈറ്റ്മെൻറ്റും ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് വെച്ചാൽ വേറെ ആക്ച്വലി ഒരു റിലാക്സേഷൻ മെത്തേഡ്സ് ഒന്നും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഓരോ വ്യക്തികളോടും നമുക്കൊരു എംപത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലവ് തന്നെ അവരെ കെയർ ചെയ്യുന്ന ആ സമയം അത് തന്നെ നമുക്ക് റിലാക്സിങ് ആണ്. പിന്നെ നമുക്കിത് പല എപ്പിസോഡുകൾ പോലെ ഇപ്പോൾ രാവിലത്തെ ഒരു 9 മണിയുടെ ഒരു കേസ് ഒരു പർട്ടിക്കുലർ വിഷയമാണെങ്കിൽ വേറൊന്ന് അടുത്ത വിഷയമായിരിക്കും. ഇതിലൂടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് പ്രശ്നമാണ്.
പക്ഷേ ഡെഫിനറ്റ്ലി ഇൻ ബിറ്റ്വീൻ നമ്മളിടയ്ക്ക് നടക്കുകയും നമ്മൾ വെള്ളം കുടിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യും. ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് വരുന്നൊരു സംഭവം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് ചിലപ്പം നല്ല വർക്ക് ലോഡൊക്കെ ആണെങ്കിൽ ഇനി ഞാൻ വൈകുന്നേരം ഏതെങ്കിലും സീരീസിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കാണാം. മൊത്തം കാണാൻ സമയം കിട്ടില്ല. ഒരു സിനിമ ഞാൻ 5 ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ കാണാം. കാരണം മുഴുവൻ കാണണമെങ്കിൽ നമുക്ക് 3 മണിക്കൂർ ഒറ്റയടിക്ക് കളയാൻ ചിലപ്പോൾ കാണില്ല. അപ്പോൾ സീരീസുകളൊക്കെ വന്ന് അങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്കും ചില കാര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന പക്ഷം നമുക്ക് ഇന്ന് സാധനം വെച്ചാൽ നമ്മുടെ ഗുരുക്കന്മാരോടോ നമ്മുടെ സീനിയേഴ്സിനോടോ നമുക്ക് ആ വിഷയത്തിൽ എക്സ്പെർട്ടായ ആളുകളോടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്യുക, സംസാരിക്കുക. ശരിക്കും തെറപ്പി എടുക്കുന്ന പോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും വേറൊരാളുടെ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മുടെ ചില കൺസേൺസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ തന്നെ ചില മെൻറ്റേഴ്സൊക്കെ സീനിയേഴ്സുണ്ട്, പുറത്തൊക്കെ ഉള്ളവരുണ്ട്, ഓസ്ട്രേലിയയിലും US-ലും ഉള്ള എൻ്റെ തന്നെ ചില സീനിയേഴ്സും അല്ലാത്തവരൊക്കെ ഞാനും സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പം പുള്ളിക്കാരൻ അതിൽ പറഞ്ഞത് പുള്ളി തന്നെ തെറാപ്പി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മെഡിസിൻ്റെ ഡിപ്രഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ച സമയത്ത് എന്തോ ആണ് അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഡിപ്രഷന്റെ മരുന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നോർമലി നമ്മൾ കാണുന്നത് ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് കുറെ പ്രശ്നമുണ്ട്. പക്ഷെ ഈ വരുന്ന നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് തന്നെ മരുന്ന് കഴിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിക്കുമേ അപ്പൊ പുള്ളിക്ക് ഇത്തിരി പ്രശ്നമുണ്ടോ എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് ഈ സൈക്യാട്രിസ്റ്റ് പക്ഷേ ആ ഇന്റർവ്യൂവിൽ അത് ഞാൻ പറഞ്ഞു തരാം. നമ്മളത് കാര്യം മനസ്സിലാക്കേണ്ടത് അതിനകത്ത് അത് പ്രോബ്ലം അല്ല. അത് ആക്ച്വലി സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ എല്ലാവരെ പോലെ തന്നെ ഹ്യൂമൻ ബീയിങ് ആണ്. അത് ഓക്കെ, അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, അതിന് അദ്ദേഹം വേറൊരു ഡോക്ടർ ആയിക്കോട്ടെ, ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ഇപ്പോൾ ഒരു ഗാസ്ട്രോയിഡ് ഒരു ഡോക്ടർക്ക് വയറുവേദന വരാൻ പാടില്ലേ? അപ്പം അസ്ഥിരോഗ വിദഗ്ധന് മുട്ടിന് തേയ്മാനോ അല്ല കാലം വരാം എന്ന് പറയുന്ന പോലെ ഹ്യൂമൻ ബീയിങ് ആകുമ്പോൾ ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം തുല്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിയലൈസേഷൻ വരില്ല. ഓക്കെ, എനിക്കൊരു മൂഡിന് ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ സ്ലീപ്പിനൊരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് കൺസൾട്ട് ചെയ്യാൻ വേറൊരാളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻ എടുക്കപ്പെടുന്നതാണ്. മെഡിസിൻ എടുക്കുന്നത് അവയർനെസ്സിൽ നിന്നാണല്ലോ, അത് നല്ലതാണ്. അദ്ദേഹം തുറന്നു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നപ്പോഴും ഞാനൊരു തെറാപ്പി എടുത്തു എന്നാണ് ആ സൈക്കാട്രിസ്റ്റ് പക്ഷേ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അത് ആർക്കാണെങ്കിലും ഒരു കൺസേൺ വരുമ്പോൾ അവരതിൻ്റെ സപ്പോർട്ട് എടുക്കണമെന്ന് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ നമുക്കത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഡോക്ടേഴ്സിൻ്റെ അസ്വസ്ഥതകളും ഡിപ്രഷനും ആൻസൈറ്റി ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ ഡിപ്രഷൻ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നോർമൽ തന്നെയാണ്. അവർ ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. അവർ അങ്ങനെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് സർവീസ് എടുക്കുന്നു എന്നുള്ളത് വാലിഡാണ്, പോസിറ്റീവാണ് എന്ന് മനസ്സിലാക്കി അവരും എടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാന്ന് പൊതുജനം ചിന്തിക്കണം എന്നാണ് പറയുക. ആ രീതിയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങളും ഡോക്ടറിന്റെ മെന്റൽ ഹെൽത്ത് എങ്ങനെ ഡോക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഡോക്ടർ, ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഇത്രയും ഫോർവേഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നെങ്കിലും പലരും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ മേ ബി അവരൊരു നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇപ്പം മേ ബി ഒരു പ്രിൻസിപ്പൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ വലിയ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇവരൊക്കെ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ മോശമല്ലേ ഞാൻ ഇവരെയൊക്കെ പോയി കാണുകയാണെങ്കിൽ ഞാൻ കാരണം ഒരു എല്ലാവരും സമൂഹത്തിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നമായിരിക്കും ഞാനൊരു ക്ലിനിക്കിൽ പോയി കണ്ടാൽ ഉള്ള പ്രശ്നം, അവരത് മനസ്സിലാക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും അത് കണ്ടാലോ എന്ത് വിചാരിക്കും എന്നുള്ളതൊക്കെ. ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ഒരു പ്രശ്നം ഒരു ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഒരു പ്രശ്നമായി ഒരു വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആ മൈൽഡ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് തോന്നുമ്പോൾ തന്നെ ഒരു അൺവെൽ ആണെന്നുള്ളൊരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുക തന്നെയല്ലേ വേണ്ടത്. നമുക്ക് ഇതിനകത്ത് പൊസിഷൻസ് ഒന്നും വ്യത്യാസമില്ല. അതിപ്പോൾ ഏതൊരു സാധാരണക്കാരനായിക്കോട്ടെ ഏത് ലെവലായാലും വ്യത്യാസം വരുന്നത് എന്താണ്? അവർ സൊസൈറ്റിയിലെ ചിലപ്പോൾ ഉള്ളൊരു പൊസിഷൻ ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അവർ ചിലപ്പോൾ അവർ തന്നെ കാണുന്ന ചില അന്തരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ മനുഷ്യനെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമുക്കത് ഏത് ലെവലിലുള്ള ഒരാളാണെങ്കിലും ഇതിനകത്തൊരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മടിയുടെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കൊരു എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ വിസിറ്റ് നടത്തിയിട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൻ്റെ തുടക്കമാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒരു ഓമനപ്പേലുണ്ട്. എനിക്ക് മറ്റൊരു എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പോലെ എക്സിക്യൂട്ടീവ് മൈൻഡ് ചെക്കപ്പ് നമ്മൾ വന്നു കഴിയുമ്പോൾ അത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു അൺഈസിനെസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വരാം. ഡിപ്രഷനിലേക്കുള്ള യാത്രയാണോ അൻസൈറ്റിയിലേക്കുള്ളതാണോ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പല നഷ്ടങ്ങൾ ഇവർക്ക് ഒഴിവാക്കാം. കാരണം അതിപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ
ഷുഗർ ഉണ്ടോ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എക്സിക്യൂട്ടീവ് മൈൻഡ് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പല പല പാക്കേജുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, OCD ഉണ്ടോ, മറ്റെന്തെങ്കിലും മാലഡാപ്റ്റീവ് ബിഹേവിയർ പാറ്റേൺ ഉണ്ടോ, എന്തെങ്കിലും ഡിസോർഡറിലേക്കുള്ള യാത്രയിലാണോ, നമ്മുടെ ചിന്തകൾ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത്, ഇമോഷൻസ് ഏത് ലെവലിലാണ് പോകുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഏതെങ്കിലും ഇപ്പോഴത്തെ ഒരു മൈൻഡ് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുമോ, അതോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മനസ്സൊന്ന് സ്റ്റേബിൾ ആക്കിയിട്ടാണോ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്താൽ അനാവശ്യമായ എടുത്തുചാട്ടങ്ങളും അനാവശ്യമായ സ്ഥലത്ത് കൊണ്ട് പൈസ കളയുന്ന പരിപാടികളൊക്കെ മാറി നമുക്ക് നമ്മുടെ മൈൻഡ് ഏറ്റവും സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചില ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ എത്ര കോടികളാണെന്ന് അറിയാം ആൾക്കാർ ബിസിനസ്സുകാരെ കൊണ്ട് ചിലപ്പോൾ കൊണ്ട് കളയുന്നത്. ഫിസിക്കൽ ഹെൽത്തിന് നോക്കുന്ന പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂലേ നമ്മൾ, അതെ, ഗ്ലൂക്കോസ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ ബോർഡർ ലൈനിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മെഡിസിൻസ് തരുന്നു, അതേപോലെ ഒരു കൺസൾട്ടേഷൻ അതിനുശേഷം അതിന്റെ വെളിച്ചത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഇത് വളരെ പോസിറ്റീവ് സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഡോക്ടർ, നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബുക്കിൽ ഈ ഇടയ്ക്ക് വായിച്ചതാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഡോക്ടറിന് അറിയാലോ, അതിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മളൊന്ന് പ്രാവർത്തികമാക്കി കൊണ്ടുവരിക മാത്രം നമ്മൾ ചെയ്താൽ മതി വിത്ത് സം എലമെന്റ്സ് എന്നുള്ളത്. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയാണ് ഇഫ് നമ്മളൊരു അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ ഒരു അൺവെൽ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ എന്തെങ്കിലും സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ വരേണ്ടത് ഡോക്ടറിന്റെ അടുത്തേക്ക് അല്ലേ ഡോക്ടർ? അല്ല, ആ ബുക്കിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനകത്ത് കുറെ അധികം ഡിഫറെന്റ് ആണ്. പക്ഷെ ഞാൻ ഈ ചോദ്യത്തിന്റെ ആസ്പെക്ട് വരാം. നമുക്കൊരു അൺവെല്ലാണ്, അത്ര സുഖമാവുന്നില്ല, മൂഡ് കറക്റ്റ് ആവുന്നില്ല, സെറ്റ് ആവുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി, ആദ്യം എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങളെ വിധിക്കാനിരിക്കുന്ന ആളല്ല, നിങ്ങളെ കണ്ണിൽ നോക്കി നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാനിരിക്കുന്ന ഒരാളാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന് മാത്രം അറിയുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വളരെ റിസപ്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വെൽക്കം തന്നുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിലുള്ള ഒരുപാട് കൺസൾട്ടൻസ് നമ്മുടെ സുഹൃത്തുക്കൾ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹായിക്കാൻ തന്നെയാണ് മനഃശാസ്ത്ര മേഖല ഉള്ളത്. അപ്പോൾ ആ മേഖലയിലെ സഹായം സ്വീകരിക്കുക, ഹാപ്പി ആവുക. അതെ, നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മളൊരു നല്ല ലിസണർ ആവണം എന്നില്ല പല സമയത്തും. അങ്ങനെ ഒരു നല്ല ലിസണറും കൂടാണ് ഡോക്ടറിനെ പോലുള്ള സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അൺവെൽ സിറ്റുവേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്ത് പോവുക, ദേ വിൽ ബി എ ഗുഡ് ലിസണർ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം, അത് സോൾവ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ മേ ബി ഒരു സിറ്റിംഗിലായിരിക്കാം അല്ലെ ആ ഒരു പ്രശ്നം. നമുക്ക് ചില സിംഗിൾ സിറ്റിംഗിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫർദർ മൂവ് ചെയ്യണോ വേണ്ടത് ഡയഗ്നോസ്റ്റിക് വിസിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവരും ശീലിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ തേടുക സഹായം. അല്ലല്ല സാർ, ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, it's bye from Shweta Sindhil and Dr. Vipin Roland.